നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു യൂട്യൂബ് ചാനലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ക്രിയേറ്റേഴ്സ് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ആദ്യഘട്ടങ്ങളിൽ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. അത്തരത്തിൽ ഞാൻ ട്രൈ ചെയ്ത് പരാജയപ്പെട്ട ഒരു സീരീസ് ആയിരുന്നു ഫിനാൻഷ്യൽ ലിറ്ററസി സീരീസ്. എൻ്റെ എഡ്യൂക്കേഷൻ ലോണുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ആദ്യ വീഡിയോയിൽ ഷെയർ ചെയ്തത്. നമ്മുടെയൊക്കെ നാട്ടിൽ പല ആളുകളുടെയും ആദ്യ ലോൺ എന്ന് പറയുന്നത് വിദ്യാഭ്യാസ ലോണാണ്. വിദ്യാഭ്യാസ ലോണൊക്കെ ആളുകളിലേക്ക് എത്തുന്ന ആ ഒരു ആദ്യ കാലഘട്ടങ്ങളുണ്ട്. അങ്ങനെ നമുക്ക് ലോൺ കിട്ടും എന്നൊക്കെ അറിഞ്ഞു തുടങ്ങുന്ന ആദ്യ കാലഘട്ടങ്ങളുണ്ട്. ആ ഒരു സമയത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രചാരണമാണ് വിദ്യാഭ്യാസ ലോൺ തിരിച്ചടയ്ക്കേണ്ട, അത് എഴുതി തള്ളും, ബാങ്കുകൾക്ക് ജപ്തി ചെയ്യാനായിട്ടുള്ള വകുപ്പില്ല, നമ്മൾ ഈടൊന്നും കൊടുക്കുന്നില്ലല്ലോ. അത് വിശ്വസിച്ച് കുറേയധികം ആളുകൾ വിദ്യാഭ്യാസ ലോണിൻ്റെ റീപേയ്മെൻറ്റ് വൈകിപ്പിച്ചിട്ടുണ്ട്. ചില ആളുകൾ എഴുതി തള്ളാൻ വേണ്ടി കാത്തിരുന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു വലിയ കൂട്ടം ആളുകളെ ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്ന ഒരു കാര്യം ബാധിച്ച് ലോൺ ഹിസ്റ്ററിയിൽ വലിയ ബ്ലാക്ക് മാർക്ക് ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞത്. കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്കൊക്കെ കടന്ന് ശമ്പളമൊക്കെ ആയി ഒരു വണ്ടിയും വീടും ഒക്കെ വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന സമയത്തായിരിക്കും ഈ ഒരു ലോൺ ഹിസ്റ്ററി വില്ലനായിട്ട് വരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്രെഡിറ്റ് സ്കോറിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ക്രെഡിറ്റ് സ്കോർ എന്നാൽ ഒരു 3 ഡിജിറ്റ് നമ്പറാണ്. 300 മുതൽ 900 വരെയുള്ള നമ്പറുകളാണ്. ഈ 300 തൊട്ട് മുകളിലേക്ക് പോകും തോറും നിങ്ങൾക്ക് ബാങ്കുകൾ ലോൺ നൽകാനായിട്ടുള്ള സാധ്യത കൂടും എന്നുള്ളതാണ്. ഈ 700-ൽ നിന്ന് താഴേക്ക് വരുന്ന സമയത്ത് 300-ലേക്കൊക്കെ വരേണ്ട, അതിനു മുൻപ് തന്നെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോൺ കിട്ടാനായിട്ടുള്ള സാധ്യതകൾ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ക്രെഡിറ്റ് സ്കോറിനെ കുറിച്ചിട്ട് വളരെ സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങളിൽ പല ആളുകൾക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായി കാണും. നിങ്ങളുടെ നിലവിലത്തെ ക്രെഡിറ്റ് സ്കോർ അറിയാനായിട്ട് വളരെ സിമ്പിളാണ്. paisabazar.com എന്ന സൈറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേണ്ട ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മറ്റ് പല ആപ്പുകളിലും ഇല്ലാത്ത ഫ്രീ ക്രെഡിറ്റ് റിപ്പോർട്ടും അതും പല ഭാഷകളിൽ നിങ്ങൾക്ക് paisabazar.com-ൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ, മന്ത്ലി അപ്ഡേറ്റുകൾ എന്നിവ വാട്സപ്പിൽ കൂടെ ലഭിക്കുന്നതാണ്. പല ക്രെഡിറ്റ് ബ്യൂറോകളുടെയും ക്രെഡിറ്റ് റിപ്പോർട്ടുകൾ ഡൗൺലോഡ് ചെയ്യാൻ ഈ ഒരു സൈറ്റിൽ പറ്റും എന്നുള്ളത് ഒരു സവിശേഷതയാണ്. എങ്ങനെയാണ് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ഒരു ക്രെഡിറ്റ് ബ്യൂറോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. 4 പ്രധാനപ്പെട്ട മാർഗങ്ങളിൽ കൂടെയാണ് അവരത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പേയ്മെന്റ് ഹിസ്റ്ററി, ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ, ടോട്ടൽ നമ്പർ ഓഫ് അക്കൗണ്ട്സ്, ഏജ് ഓഫ് ക്രെഡിറ്റ്. ഒന്നാമതായി പറഞ്ഞ പേയ്മെന്റ് ഹിസ്റ്ററിയെ കുറിച്ചിട്ട് തന്നെ ആദ്യം പറയാം. ആർക്കാണ് ബാങ്കുകൾ ലോൺ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ബാങ്കുകളിൽ നിന്നിട്ട് ലോൺ കിട്ടുന്നത്? തിരിച്ചടയ്ക്കാൻ കേപ്പബിലിറ്റി ഉള്ള, മര്യാദയ്ക്ക് തിരിച്ചടയ്ക്കുന്ന ആൾക്കാർക്കാണ് നിലവിൽ ബാങ്കുകളിൽ നിന്നിട്ട് ലോൺ കൊടുക്കുന്നത്. പണ്ടൊക്കെ റെക്കമെൻഡേഷൻ വഴിയൊക്കെ സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തൊക്കെ മുങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു പരിപാടിയും നടക്കത്തില്ല. ഒരു ലോൺ കൊടുക്കുന്നത് മാനേജറുടെ ഉത്തരവാദിത്വത്തിലാണ്. അതേപോലെ ആ ഒരു ലോൺ എടുത്ത ആളുടെ ഹിസ്റ്ററി പരിശോധിക്കേണ്ടതും അത്യാവശ്യമാണ്. ക്രെഡിറ്റ് സ്കോർ എല്ലായിടത്തും പരിശോധിച്ചിട്ട് മാത്രമാണ് ഒരു ലോൺ അനുവദിക്കുന്നത്. ഈ ലോൺ റീപേയ്മെന്റ് ഹിസ്റ്ററി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ക്രെഡിറ്റ് സ്കോറിൽ. നിങ്ങൾ വിദ്യാഭ്യാസ ലോൺ എടുത്തു, ഞാൻ ഏറ്റവും ബേസിൽ നിന്ന് പറയുകയാണ്, യങ്സ്റ്റേഴ്സിനെയും ടീനേജേഴ്സിനെയൊക്കെ ഏറ്റവും കൂടുതൽ ബാധിച്ച ഒരു കാര്യത്തിൽ നിന്ന് തുടങ്ങുകയാണ്. നിങ്ങൾ വിദ്യാഭ്യാസ ലോൺ എടുത്തു, നിങ്ങൾക്ക് പഠിത്തം കഴിഞ്ഞിട്ട് ജോലി ആയില്ല. ചില ആൾക്കാരൊക്കെ നിങ്ങളോട് പറഞ്ഞു വിദ്യാഭ്യാസ ലോൺ എഴുതി തള്ളും, അതുകൊണ്ട് അടയ്ക്കേണ്ട, ജപ്തി ഒന്നും ചെയ്യാനായിട്ടുള്ള ഒരു വകുപ്പില്ല. നിങ്ങളിത് അടച്ചില്ല, അവിടെ ഒരു റീപേയ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യം മുടങ്ങുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററിയിൽ അതിങ്ങനെ എഴുതി ചേർത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ലോൺ എടുത്തു, തിരിച്ചടയ്ക്കുന്നില്ല, ബാങ്കുകൾ വിളിക്കുന്നുണ്ട്, റെസ്പോണ്ട് ചെയ്യുന്നില്ല. അവസാനം ബാങ്കുകൾ മടുത്തിട്ട് നിങ്ങളുടെ അടുത്ത് ഒരു 1 ടൈം സെറ്റിൽമെന്റിനൊക്കെ വരുന്ന സാഹചര്യങ്ങളുണ്ട്. ആ ഒരു ഘട്ടത്തിൽ പണ്ട് ആൾക്കാർ പറഞ്ഞ ആ ഒരു കാര്യം ശരിയാണല്ലോ, ഞാൻ വിജയിച്ചിരിക്കുന്നു എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ മണ്ടത്തരമാണ്. നിങ്ങൾ തിരിച്ചടയ്ക്കാത്തൊരു വ്യക്തിയാണ്. ഒരു തരത്തിൽ ഞങ്ങൾ മുതൽ പിടിച്ചു വാങ്ങി എന്ന് ബാങ്കുകാർ അവിടെ അങ്ങോട്ട് എഴുതി ചേർക്കും. നിങ്ങളുടെ റീപേയ്മെന്റ് ഹിസ്റ്ററി വളരെ താഴ്ന്ന ഒരു നിലയിലേക്ക് പോകും. നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ വളരെ താഴ്ന്ന ഒരു നിലയിലേക്ക് പോകും. നിങ്ങൾ ഇനി ഒരു ലോണിന് വേണ്ടി ഒരു ബാങ്കിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ലോൺ തരുവോ ഇല്ലയോ? അവരുടെ സ്ഥാനത്ത് നമ്മളാണെങ്കിലും തരില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് റീപേയ്മെന്റ് ഹിസ്റ്ററിയിൽ വരുന്നത്. ഇനി പോസിറ്റീവ് ആയിട്ടുള്ള റീപേയ്മെന്റ് ഹിസ്റ്ററിയിലേക്ക് വരാം. നിങ്ങൾ വിദ്യാഭ്യാസ ലോൺ എടുക്കുന്നു, നിങ്ങൾ ആദ്യമായിട്ട് എടുത്ത ലോണാണ് വിദ്യാഭ്യാസ ലോൺ. ആ ഒരു ലോൺ എടുത്തിട്ട് നിങ്ങൾ മര്യാദയ്ക്ക് തിരിച്ചടയ്ക്കുകയാണ്, ജോലി കിട്ടി, അപ്പോൾ തന്നെ അടവ് തുടങ്ങുകയാണ്, നിങ്ങളത് കറക്റ്റായിട്ട് അടച്ചു തീർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗുഡ് റീപേയ്മെന്റ് ഹിസ്റ്ററി നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിനകത്ത് ആഡ് ആവുകയാണ്. പിന്നീട് നിങ്ങളുടെ ജീവിതത്തിന്റെ അടുത്ത ഘട്ടമായിട്ടുള്ള ഒരു വാഹനം വാങ്ങുന്ന സാഹചര്യത്തിലോ നിങ്ങളൊരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന സാഹചര്യത്തിലോ ഈ ഒരു ഹിസ്റ്ററി നിങ്ങൾക്ക് ഗുണകരമായിട്ട് മാറും. ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു കേസിൽ നിങ്ങളുടെ ആ ഒരു ഹിസ്റ്ററി നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ എന്നും ഒരു ബ്ലാക്ക് മാർക്കായിട്ട് കിടക്കും. രണ്ടാമതായിട്ട് ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ ആണ്. ജോലിയൊക്കെ ആയി, ശമ്പളമൊക്കെ ആയി, അത്യാവശ്യം 1-2 ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട്, മര്യാദയ്ക്ക് അടഞ്ഞു പോകുന്നുണ്ട്.
ഈ ഒരു ഘട്ടത്തിലാണ് നമ്മൾ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോനെ കുറിച്ചിട്ട് ചിന്തിക്കേണ്ടത്. ബാങ്കുകൾ പലപ്പോഴും നിങ്ങളുടെ വരുമാനമൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡൊക്കെ ഓഫർ ചെയ്തിട്ട് വരും. അങ്ങനെയുള്ള ക്രെഡിറ്റ് കാർഡുകളെല്ലാം അവർ നമുക്ക് തരുന്നത് എന്തുകൊണ്ടാണ്? നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണോ? അല്ല, നമുക്ക് ഇത്ര ഒരു തുക തിരിച്ചടയ്ക്കാനായിട്ടോ ലോണായിട്ട് എടുക്കാനായിട്ടോ ഉള്ളൊരു കപ്പാസിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കി ആ ഒരു തുക ഞങ്ങളുടെ അടുത്തു നിന്ന് എടുക്കൂ എന്നുള്ളൊരു പരിപാടിയാണ് അവർ ആ ഒരു ക്രെഡിറ്റ് കാർഡ് നിങ്ങളുടെ അടുത്ത് കൊണ്ടുപോയി തരുന്ന സമയത്ത് അവർ ചിന്തിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോയ്ക്ക് അനുസരിച്ചിട്ടുള്ള ക്രെഡിറ്റുകൾ നിങ്ങളെ കൊണ്ട് എടുപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു അടവ്. അങ്ങനെയുള്ള എല്ലാ ക്രെഡിറ്റും നമ്മൾ എടുത്തു എന്ന് വിചാരിക്കുക. നമുക്ക് ഒരു 3-4 ക്രെഡിറ്റ് കാർഡൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബാങ്കിന്റെ കൂടിയ ലിമിറ്റുള്ള ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. ഇത് മുഴുവൻ നമ്മൾ അങ്ങോട്ട് ചിലവാക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മളെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോയുടെ പെർസെൻറ്റേജ് നമ്മളെ ക്രെഡിറ്റ് റിപ്പോർട്ടിലേക്ക് വരും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് 3 ലക്ഷം രൂപയുടെ കാർഡാണുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് 10 ലക്ഷം രൂപയുടെ ലോൺ പരിധിയാണുള്ളത്, നിങ്ങൾ മുഴുവനും അങ്ങോട്ട് എടുത്തു. ഇനി ലോൺ കിട്ടാനായിട്ട് മാർഗ്ഗമില്ല. ബാങ്കിൽ നിങ്ങൾ ചോദിച്ചു, ഒരു ഓവർ ഡ്രാഫ്റ്റ് ചോദിച്ചു, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് ചോദിച്ചു. അപ്പോൾ അവർ പറയുകയാണ് ഇനി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ 90-ന് മുകളിലേക്കായി എന്നുള്ളതാണ്. ശരിക്കും ഇത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ കാര്യമായിട്ട് തന്നെ ബാധിക്കും. നിങ്ങളുടെ ടോട്ടൽ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ 30% നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള ഒരു തീരുമാനം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് 1 ലക്ഷം രൂപയുടെ കാർഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിലെപ്പോഴും ഒരു 70 രൂപയെങ്കിലും ബാലൻസ് ഉണ്ടായിരിക്കാനായിട്ട് ശ്രമിക്കുക. അല്ല, നിങ്ങൾ ചിലവാക്കുകയാണെന്നുണ്ടെങ്കിൽ മന്ത് എൻഡിൽ ഉറപ്പായിട്ടും അത് അടയ്ക്കാനായിട്ട് ശ്രമിക്കുക. ബാങ്കുകൾ, ക്രെഡിറ്റ് കാർഡ് കമ്പനികൾ, ഹോം അപ്ലയൻസസ് ഷോപ്പുകൾ എല്ലാം നിങ്ങളുടെ അടുത്തേക്ക് ഓഫറുമായിട്ട് വരും. സാറേ ലിമിറ്റ് ഉണ്ട്, നിങ്ങൾ ഇത് വാങ്ങ് അത് വാങ്ങ്. പക്ഷേ നിങ്ങളുടെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ നിങ്ങൾ തന്നെയാണ് എപ്പോഴും ആലോചിച്ച് തീരുമാനിക്കേണ്ടത്. ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ ഇങ്ങനെ 90-ലേക്കൊക്കെ എത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മളുടെ ക്രെഡിറ്റ് സ്കോർ കുറയാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ കുറയുന്ന ക്രെഡിറ്റ് സ്കോറിനെ കുറിച്ചിട്ട് നിങ്ങൾ അത്രയധികം പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ആ ഒരു റേഷ്യോ കറക്റ്റാക്കി കഴിഞ്ഞാൽ ക്രെഡിറ്റ് സ്കോർ തിരിച്ച് പഴയ രീതിയിലേക്ക് വരും. ഇങ്ങനെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ കൂട്ടുകയും ചെയ്ത് ലോണും അടയ്ക്കാതൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നീട് കയറി വരാനായിട്ട് വലിയ പാടായിരിക്കും. അടുത്തത് ടോട്ടൽ നമ്പർ ഓഫ് അക്കൗണ്ട്സ് ആണ്. അക്കൗണ്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളല്ല, ലോൺ അക്കൗണ്ടുകൾ. നിങ്ങളുടെ ഹോം ലോൺ, കാർ ലോൺ, അതേപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ്, ഗോൾഡ് ലോൺ, ഇതെല്ലാം ലോൺ അക്കൗണ്ടുകളിൽ പെടുന്നതാണല്ലോ. ഈ ഒരു ലോൺ അക്കൗണ്ടുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതിനകത്തൊക്കെ മര്യാദയ്ക്ക് ലോണൊക്കെ എടുത്ത് അടച്ചു പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മികച്ച ക്രെഡിറ്റ് സ്കോർ കിട്ടും. നിങ്ങൾക്ക് വെറൈറ്റി ഓഫ് ക്രെഡിറ്റുകളുണ്ട്. ഹോം ലോൺ ഉണ്ട്, കാർ ലോൺ ഉണ്ട്, ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. എല്ലാം ഭംഗിയായിട്ട് അടച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു ക്രെഡിറ്റ് സ്കോർ നേടാനായിട്ട് സാധിക്കും. അടുത്തത് ഏജ് ഓഫ് ക്രെഡിറ്റ് ആണ്. ആദ്യം തന്നെ നിങ്ങളിൽ ചില ആളുകൾ കാണിക്കുന്ന ഒരു മണ്ടത്തരത്തെ കുറിച്ചിട്ട് ഞാനങ്ങ് പറയാം. ക്രെഡിറ്റ് കാർഡൊക്കെ എടുത്തിട്ട് തീരെ അങ്ങോട്ട് മാനേജ് ചെയ്യാൻ പറ്റാതെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? എങ്ങനെയെങ്കിലും പൈസ സംഘടിപ്പിച്ച് ഇത് അടച്ചു തീർത്തിട്ട് ക്രെഡിറ്റ് കാർഡ് ക്യാൻസൽ ചെയ്യും. ബാങ്കുകാരോട് പറയും, എൻ്റെ പൊന്നും എനിക്കിത് വേണ്ട, ഇത് തന്നു കഴിഞ്ഞാൽ എനിക്ക് വലിയ പ്രശ്നമാണെന്ന് പറയും. അങ്ങനെ പ്രശ്നമാണെന്ന് പറഞ്ഞ് ആ ഒരു ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾക്ക് നല്ലൊരു ക്രെഡിറ്റ് ഹിസ്റ്ററി നഷ്ടപ്പെടും. നിങ്ങളുടെ ഏജ് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം അങ്ങോട്ട് ഇല്ലാണ്ടായി. നിങ്ങൾക്ക് വളരെ കാലങ്ങളായിട്ട് ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, നിങ്ങളത് വളരെ മര്യാദയ്ക്ക് യൂസ് ചെയ്ത് പോവുകയാണ്. ബാങ്കുകാർ ലിമിറ്റൊക്കെ കൂട്ടിത്തരും, എന്നാലും നിങ്ങളുടെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോയിൽ നിന്നിട്ട് മാറത്തില്ല. നിങ്ങൾ കറക്റ്റായിട്ട് തിരിച്ചടച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലോൺ അക്കൗണ്ട് എന്ന് പറയുന്നത്, ആ ഒരു ക്രെഡിറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്, അതിൻ്റെ ഏജ് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിൽ ഗുഡ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അങ്ങനെയുള്ള പല ക്രെഡിറ്റുകളുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞ ആ ഒരു 4 ഫാക്ടേഴ്സിന്റെ ഇമ്പാക്റ്റിനെ കുറിച്ചിട്ടൊന്ന് പറയാം. ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കുന്നതും കുറവ് ബാധിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ. പേയ്മെന്റ് ഹിസ്റ്ററി ഹൈ ഇമ്പാക്റ്റ് ആണ്. മര്യാദയ്ക്ക് ലോൺ തിരിച്ചടച്ചെങ്കിൽ മാത്രമേ ക്രെഡിറ്റ് സ്കോർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യപ്പെടത്തുള്ളൂ. ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ ഹൈ ഇമ്പാക്റ്റ് ആണ്. കണ്ട ലോണുകളെല്ലാം ഇവിടുന്ന് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ ഇങ്ങനെ അങ്ങേയറ്റത്ത് നിന്ന് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ മോശമായിട്ട് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ ഇമ്പാക്ട് ചെയ്യും. ഏജ് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് മീഡിയം ഇമ്പാക്റ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീരെ വഴിയില്ല, മാസം അടയ്ക്കാൻ വഴിയില്ല എന്നുണ്ടെങ്കിൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഒരു മീഡിയം ഇമ്പാക്റ്റ് ഉണ്ടാവത്തുള്ളൂ. ടോട്ടൽ നമ്പർ ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ലോ ഇമ്പാക്റ്റ് ആണ്. നിങ്ങൾക്ക് കുറേ ലോൺ അക്കൗണ്ടുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ അങ്ങനെ പെട്ടെന്ന് കുറയത്തില്ല. മര്യാദയ്ക്ക് അടച്ചു പോയാൽ മതി. ഇനി ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കാത്ത ചില സംഗതികളെ കുറിച്ചിട്ട് പറയേണ്ടതുണ്ടല്ലോ. നിങ്ങളുടെ പ്രായം, അതേപോലെ തന്നെ ശമ്പളത്തിലെ ഏറ്റക്കുറച്ചിലുകൾ ഒന്നും ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കത്തില്ല. ലോൺ എടുത്തു കഴിഞ്ഞാൽ അടയ്ക്കാതിരുന്നു കഴിഞ്ഞാൽ സ്കോർ കുറയും എന്നുള്ളതേ ഉള്ളൂ. നിങ്ങളുടെ ലോണുമായി ബന്ധപ്പെട്ട, ക്രെഡിറ്റ് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ക്രെഡിറ്റ് സ്കോറിൽ കൂടുതലായിട്ട് അവർ സ്കോർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് മാനദണ്ഡപ്പെടുത്തുന്നത്. 750 മുതൽ 900 വരെയുള്ള സ്കോറുകൾ എന്ന് പറയുന്നത് എക്സലന്റ് സ്കോറുകളാണ്. 650 മുതൽ 750 എന്ന് പറയുന്നത് ഗുഡ് സ്കോറാണ്. 900 അതേപോലെ തന്നെ 750 മുകളിലുള്ള ആളുകൾക്ക് കിട്ടുന്നത് പോലെയുള്ള ഓഫറുകൾ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടണമെന്നില്ല. ഗുഡ് സ്കോറാണ്. 550 മുതൽ 650 വരെയുള്ള സ്കോർ എന്ന് പറയുന്നത് ആവറേജ് സ്കോറാണ്.
ഇത്തിരി കഷ്ടമാണ് ലോണൊക്കെ ഒപ്പിച്ചെടുക്കാൻ വേണ്ടി. നല്ല ഇൻട്രസ്റ്റ് റേറ്റിലൊന്നും നിങ്ങൾക്ക് ലോൺ കിട്ടാനായിട്ടുള്ള സാധ്യതയില്ല. പ്രൈവറ്റ് ഫിനാൻസുകളെയൊക്കെ ആശ്രയിക്കേണ്ടി വരും. 300 മുതൽ 550 വരെയുള്ള സ്കോർ എന്ന് പറയുന്നത് വളരെ പൂറാണ്. നിങ്ങൾക്ക് ആ ഒരു സ്കോർ വെച്ചിട്ട് ഒരുമാതിരിപ്പെട്ട ബാങ്കുകളിൽ നിന്നിട്ടൊന്നും ലോൺ കിട്ടാനായിട്ട് ഒരു സാധ്യതയില്ല. അല്ലെങ്കിൽ ഗ്യാരണ്ടേഴ്സ് വേണം, കോ ആപ്ലിക്കൻസ് വേണം, എന്നാലും ടഫാണ്. ക്രെഡിറ്റ് സ്കോറിനെ കുറിച്ചിട്ടും അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. paisabazar.com പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് റിപ്പോർട്ടുകളൊക്കെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അങ്ങനെയുള്ള ക്രെഡിറ്റ് റിപ്പോർട്ടുകളിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങൾ മര്യാദയ്ക്ക് ലോൺ അടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും അടച്ചിട്ടില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു, അതേപോലെ നിങ്ങൾക്ക് അറിവില്ലാത്തൊരു ലോൺ അക്കൗണ്ട് നിങ്ങളുടെ റിപ്പോർട്ടിൽ കിടക്കുന്നു, ഇങ്ങനെയുള്ള ഇറേഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബാങ്കുകളെ അറിയിക്കാവുന്നതാണ്. അവർ ക്രെഡിറ്റ് ബ്യൂറോകളെ അറിയിച്ച് അതിൽ വേണ്ട തിരുത്തലുകൾ വരുത്തുന്നതാണ്. പല ക്രെഡിറ്റ് ബ്യൂറോകളുണ്ട്. പല ആളുകളുടെയും ഫോർമുല എന്ന് പറയുന്നത്, ക്രെഡിറ്റ് സ്കോർ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. എന്നാലും നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു 4 കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോ കണ്ട എല്ലാ ആളുകൾക്കും നന്ദി. നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതേപോലെ തന്നെ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന നിങ്ങളുടേതായിട്ടുള്ള ചില അറിവുകളും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ പൂർണ്ണമാകും. നന്ദി.